നേരത്തെ സംസാരിച്ചു വെച്ചതാണ്. നിവിൻ പോളി ഇന്ന് DGPയെ കാണും, പരാതി സമർപ്പിക്കും. നിവിൻ പോളി പ്രാഥമിക പരാതി DGPക്ക് കൈമാറിയിരിക്കുന്നു. KM ഉമേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, എന്താണ് നിവിൻ പോളി പറയുന്നത്? വിനിഷ, ഇതൊരു കള്ളക്കേസാണ് എന്ന് തന്നെയാണ് നിവിൻ പോളി ഇപ്പോൾ DGPക്ക് നൽകിയിരിക്കുന്ന പ്രാഥമികമായ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. ഇന്ന് പരാതി നൽകുമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവരം. അതായത് ഈ നിവിൻ പോളിക്കെതിരെ ഊന്നുകൽ പോലീസ് കേസെടുത്തിരുന്നു. ആ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി അവർ അന്വേഷണം ആരംഭിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് നിവിൻ പോളി അങ്ങനെ അന്വേഷിക്കുന്നത് തന്റെ ഈ പരാതി കൂടി പരിഗണിക്കണം, ഈ പരാതി കൂടി ചേർത്ത് അതുകൂടി പരിശോധിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് നിവിൻ പോളി ഈ പരാതിയിൽ പറയുന്നത്. ഇനി FIR അടക്കമുള്ള അതിന്റെ കോപ്പി നിലവിൽ നിവിൻ പോളിക്കോ അഭിഭാഷകനോ ലഭിച്ചിട്ടില്ല. FIR ലഭിച്ച ശേഷം കുറെ കൂടി വളരെ വിശദമായ ഒരു പരാതി നൽകാനാണ് തന്റെ തീരുമാനം എന്നും നിവിൻ പോളി വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഒരു പ്രാഥമികമായ പരാതിയാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടപ്പോഴും അക്കാര്യം സൂചിപ്പിച്ചതാണ്. അതായത് ഇങ്ങനെ ഒരു പരാതി അപ്രതീക്ഷിതമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് തനിക്കെതിരെ ഒരു കള്ളക്കേസാണ്, ഒരു ഗൂഢലക്ഷ്യമുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി നൽകിയതിന് പിന്നിൽ ഒരു ഗൂഢലക്ഷ്യം ഉണ്ട്. അത് കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പരാതി നൽകിയ ആളെ, ആ യുവതിയെ തനിക്ക് നേരിട്ടോ അല്ലാതെയോ ഒരു തരത്തിലുള്ള പരിചയവുമില്ല. ഫോണിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു വിവരം പോലും തനിക്കില്ല. വാട്സപ്പിൽ സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെയില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് നീങ്ങുന്നത്. അത് വ്യാജ കേസാണ്, കള്ളക്കേസാണ്. അതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട്. അതുകൂടി ചേർത്ത് അന്വേഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിവിൻ DGPക്ക് നൽകിയ പ്രാഥമിക പരാതിയിൽ വ്യക്തമാക്കുന്നത്. വിനിഷ. ഉമേഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പരാതിക്കാരിയുമായി സംസാരിച്ചപ്പോൾ പരാതിക്കാരി പറയുന്ന ഒരു കാര്യം, തൻ്റെ പക്കൽ ഇതിനൊക്കെ തെളിവുണ്ടായിരുന്നു, താൻ ഉന്നയിക്കുന്ന പരാതികൾക്ക് ആരോപണങ്ങൾക്കൊക്കെ തൻ്റെ പക്കൽ തെളിവുണ്ടായിരുന്നു. പക്ഷേ നിവിൻ പോളിയും കൂട്ടരും തന്നെ അതിക്രമിച്ച് ആ തെളിവുകളൊക്കെ നശിപ്പിച്ചു. അതിൻ്റെ ധൈര്യത്തിലാണ് മാധ്യമപ്രവർത്തകരോട് നിവിൻ പോളി സംസാരിച്ചതും ഇനി നിവിൻ പോളി കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നതുമെന്ന് ഇന്നലെ ആ പരാതിക്കാരി പ്രതികരിച്ചിരുന്നു. നിവിൻ പോളിയുടെ ഇപ്പോൾ പ്രാഥമിക നൽകിയിരിക്കുന്ന പരാതിയിൽ നിവിൻ പോളി ആവശ്യപ്പെടുന്നത് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ്. അതെ വിനീഷ, ഇത് തന്റെ ഭാഗം കൂടി കേൾക്കണം. ഈ പരാതിക്കാരി ആരാണ് എന്ന് പോലും തനിക്ക് അറിയില്ല. അവരെ ഒരു തരത്തിലുള്ള പരിചയവുമില്ല. മുൻപൊരിക്കൽ ഈ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പണ്ട് ഇത്തരത്തിലൊരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ചിരുന്നു എന്ന് നിവിൻ പോളി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അത് അന്ന് മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ അതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അക്കാര്യം നിഷേധിക്കുകയും തന്റെ ഭാഗം പോലീസിനോട് വിശദമാക്കുകയൊക്കെ ചെയ്തതാണ്. അവർ അതിൽ പ്രാഥമികമായ അന്വേഷണം നടത്തുകയും വിശദമായി അന്വേഷിക്കുകയും അതിനുശേഷം ആ പരാതി അത് തീർപ്പാക്കുകയും ചെയ്തതാണ്. അത് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു പീഡന പരാതി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്നാണ് നിവിൻ പോളി ചൂണ്ടിക്കാട്ടുന്നത്. അത് തന്നെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ഈ പരാതിക്കാരിയുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുമായും തനിക്ക് യാതൊരു തരത്തിലുള്ള അറിവുമില്ല. അതുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ തന്റെ പരാതിയും അന്വേഷിക്കണം എന്നാണ് നിവിൻ പോളി ആവശ്യപ്പെടുന്നത്. കാരണം ഇത്തരത്തിലുള്ള അങ്ങനെ ഒരു ആവശ്യം നിവിൻ ഉന്നയിച്ചിട്ടുണ്ടോ? കാരണം നേരത്തെ ഈ പരാതിക്കാരിയായ പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തെയായിരുന്നു ഈ പരാതിയുമായി ആദ്യം സമീപിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശത്തിലാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തത്. ഇപ്പോൾ നിവിൻ പോളി പ്രാഥമിക പരാതി നേരിട്ട് മീൻസ് DGPക്ക് കൈമാറുന്നു. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാതെ പരാതി DGPയെ ബോധിപ്പിക്കുമ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം തന്റെ ഭാഗം കൂടെ കേൾക്കണമെന്നാണോ നിവിന്റെ ഭാഗം? കാരണം DGPക്കാണ് ഈ പരാതി നൽകുകയെങ്കിലും സ്വാഭാവികമായും അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്കോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായി അന്വേഷണം നടത്തുന്ന സംഘത്തിനോ അത് കൈമാറുകയാണ് പതിവ്. അങ്ങനെ കൈമാറുമ്പോൾ ഈ താൻ ഉന്നയിച്ച കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിക്കണം എന്ന് തന്നെയാണ് നിവിൻ പോളി ആവശ്യപ്പെടുന്നത്. ശരി ഉമേഷ്, വ്യക്തമാണ്. നിവിൻ പോളി പ്രാഥമിക പരാതി DGPക്ക് നൽകിയിരിക്കുന്നു. തന്റെ ഭാഗം കൂടി കേൾക്കണം. തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് കള്ളപ്പരാതിയാണ്, കള്ളക്കേസിൽ കൊടുക്കാനാണ് ശ്രമം. തന്റെ ഭാഗം കൂടി കേൾക്കണം. FIR കിട്ടിയ ശേഷം ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR ലഭിച്ച ശേഷം കൂടുതൽ വിശദമായ പരാതി നൽകുമെന്നാണ് നിവിൻ പോളി അറിയിച്ചിരിക്കുന്നത്. പ്രാഥമിക പരാതി മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്ന് നിവിൻ പോളി നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് മുൻപാകെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ DGPക്ക് പ്രാഥമികമായ ഒരു പരാതി നിവിൻ പോളി നൽകിയിരിക്കുന്നത്.